അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പില്ലേ കാണിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചടപടേന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആട്ടോ. നമ്മുടെ നോമ്പെല്ലാം കഴിയാറായല്ലോ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. പെരുന്നാൾക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്ക് മട്ടൻ കബ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്, വൈറ്റ് ബസ്മതി റൈസ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സെല്ല ബസ്മതി റൈസാണ് ഉള്ളത് വെച്ചാൽ നിങ്ങൾ അതെടുത്താൽ മതി, അതൊന്നുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ വൈറ്റ് ബസ്മതി ആയതുകൊണ്ട് ഞാൻ അതെടുത്തെന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ റൈസ് ഒരു 30 മിനിറ്റ്സ് ഒക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സെല്ല ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു 1 അവറൊക്കെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കട്ടോ വെള്ളത്തിൽ. ഇനിയിപ്പോൾ ചൂടുവെള്ളത്തിലാണ് സോക്ക് ചെയ്യണമെന്ന് ഒരു ഹാഫ് ആൻ അവർ, അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല നീളത്തിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതാ റൈസ് ഞാൻ സോക്ക് ചെയ്ത് വെച്ച ആ സമയം കൊണ്ട് നമ്മുടെ ഒരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ 2 സവാള, മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല കുനുക്കുനായിട്ട് അരിഞ്ഞിട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വയന്ന് വരുന്ന ആ സമയം കൊണ്ട് അതിലോട്ട് ചേർക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി, കോറിയൻഡർ എടുത്തിട്ടുണ്ട്. അത് ഒരു ടേബിൾ സ്പൂണും അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇത് അങ്ങോട്ട് നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണോളം ക്രഷ് ചെയ്ത കുരുമുളകും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 2 ഡ്രൈ ലെമൺ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കണ്ടിട്ട് ഇട്ട് കൊടുത്തത്. നിങ്ങളാണെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ഹോളൊക്കെ ആക്കി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ 2 ഡ്രൈ ലെമണും 1 ടീസ്പൂണോളം നല്ല ജീരകം, ചെറിയ ജീരകം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് 1 കിലോ മട്ടനാണ് ഞാൻ ചേർക്കുന്നത്. മട്ടൻ ഞാൻ വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് മട്ടനോ ബീഫോ ചിക്കനോ എന്താണേലും അത് വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്തിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഞാനത് മട്ടൻ ചേർക്കണ മുന്നേ നമുക്ക് ചേർക്കാം, പക്ഷെ അത് വിട്ടുപോയത് കാരണം മട്ടനെല്ലാം ചേർത്തതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു 2 ബേ ലീഫ്, അതുപോലെ തന്നെ ഒരു 2 കഷ്ണം കറാമ്പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, ഒരു 7-8 ഗ്രാമ്പൂ, അതുപോലെ തന്നെ 7-8 ഏലക്കായ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ വെള്ളം അതിലേക്ക് ചേർക്കണം. വെള്ളം നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾക്ക് ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അതൊന്നുകൂടെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ തണുത്ത വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാനൊരു 30 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്ത് വരണല്ലോ. അപ്പോൾ ആ 30 മിനിറ്റ്സിന് ശേഷം ഞാൻ ഇതാ അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നീളത്തിൽ തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ. റൈസ് ഇങ്ങനെ നീളത്തിൽ കിടക്കുമ്പോൾ അപ്പോൾ റൈസൊക്കെ നല്ല നീളത്തിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. മട്ടനാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല ജ്യൂസ് ചെയ്ത് നിൽക്കുന്നുണ്ട് മട്ടനൊക്കെ. അപ്പം നല്ല ചൂടോടെ ഈ റൈസ് നമ്മൾ ടൊമാറ്റോ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇനിയിപ്പോൾ പെരുന്നാൾക്കൊക്കെ ആണെങ്കിൽ തന്നെ നല്ല സ്പീഡിൽ പെട്ടെന്ന് നമുക്ക് പരിപാടി തീർക്കാം. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുവരിക്കും. അസ്സലാമു അലൈക്കും.